ഇവർ ബേസ് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് നമ്മൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ബേസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ സയൻസിൽ നിന്ന് വന്ന ഒരാളാണ്. എനിക്ക് ആ ബേസ് കിട്ടിയിട്ടില്ല. എനിക്ക് ലക്ഷ്യം വന്നതിന് ശേഷമാണ് കൊമേഴ്സിൻ്റെ ബേസ് ക്ലാസ് കിട്ടിയിട്ടുള്ളത്. സോ ആ ബേസ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവർ മെയിൻ കാര്യത്തിൽ കടക്കുള്ളൂ. നമുക്ക് ഇത്രയും ചെറിയ ഗ്യാപ്പിൽ നമുക്ക് പെട്ടെന്ന് സെറ്റിൽഡ് ആവാം. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ റീസൺ. ദെൻ സെക്കൻഡ് പറഞ്ഞ കോളേജ് പോലെയല്ല, നമ്മളിത് മെയിനായിട്ട് നന്നായിട്ട് പഠിക്കണം. ആ ഒരു ബോധം നമുക്ക് ഇവിടെ വന്നാലേ ഉണ്ടാവുള്ളൂ. വീട്ടിലിരുന്നാൽ നമുക്ക് ആ സംഭവം ഉണ്ടാവില്ല. വേറൊരു കോളേജിൽ പോലും ആ സംഭവം ഉണ്ടാവില്ല. പിന്നെയും നമ്മൾ വേറെ കോളേജിലേക്കാണ് പോണത്. ഇവിടെ ആകുമ്പോൾ ഒരു ബാച്ച്, ഒരു ഫാക്കൽറ്റി, ഒരു കോർഡിനേറ്റർ, അങ്ങനെ ആകുമ്പം ആ ഒരു സർക്കിളിൽ മാത്രമായിട്ട് നമ്മൾ ഒതുക്കപ്പെടും. സോ അത് നല്ലതാണ്. ഫാക്കൽറ്റീസിൻ്റെ കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അത്രയും നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പോലും അവരതിനനുസരിച്ച് നമ്മൾ കോർഡിനേറ്റേഴ്സിനോട് പറഞ്ഞാൽ അവരതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതേപോലെ ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം.